യഥാർത്ഥ സാമൂഹ്യ നീതി നടപ്പാക്കപ്പെടുക എന്ന ഗുരുവിന്റെ ദർശനങ്ങളെ പ്രാവർത്തികമാക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ വയ്ക്കുന്നു. ഗുരുവിന്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇനിയും കൂടുതൽ കാലം നയിക്കാൻ ശ്രീ വെള്ളാപ്പള്ളിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യോഗം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അങ്ങനെ ആശംസിച്ചുകൊണ്ടുകൂടി മുഖ്യമന്ത്രി പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളിയെ ഗുരുവിനെ പകർത്തിയാളെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുകയും പുകഴ്ത്തുകയും ചെയ്തത്. അതിലൊക്കെ എന്താണ് ഇത്ര അതിശയമെന്ന് ചില ആളുകൾക്കെങ്കിലും ചോദ്യമുണ്ടാകും. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളി പുകഴ്ത്തുന്നു, വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പുകഴ്ത്തുന്നു. ഇതൊക്കെ പരസ്പരം നടന്നു വരുന്ന കാര്യങ്ങളല്ലേ എന്നതുകൊണ്ടാണ് ഇതിൽ അതിശയിക്കാൻ എന്താണുള്ളത് എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാവുക. അതിശയിക്കാനൊന്നുമില്ല. വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും ആ നിലപാടിനെ കുറിച്ച് ബോധമില്ലാത്ത ആളാണ് മുഖ്യമന്ത്രി എന്ന് നമ്മൾ ആരും കരുതാത്തതിനാലും ഈ പറയുന്നതിൽ പ്രത്യേകമായ അതിശയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ അതിശയപ്പെരുക്കത്തോടു കൂടിയല്ല നമ്മൾ ഈ വിഷയത്തെ ചർച്ചക്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. മറിച്ച് ഈ ആത്മബന്ധവും സൗഹൃദവും കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന ആശങ്ക പങ്കിടുക മാത്രമാണ് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പൊടുന്നനെ വർഗീയത പ്രസംഗിച്ചു തുടങ്ങിയ ആളല്ല. മുമ്പും വർഗീയത പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കോഴിക്കോട്ട് മാൻഹോളിൽ നൌഷാദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ യുവാവ് മരണപ്പെടുന്നത്. മാൻഹോളിൽ കുടുങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് നൌഷാദിന് ജീവഹാനി സംഭവിച്ചത്. അതേ തുടർന്ന് ഒരു വലിയ മാനുഷിക പ്രവർത്തനമാണല്ലോ നടത്തിയത് എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ നൌഷാദിന്റെ കുടുംബത്തിന് സഹായം അനുവദിച്ചു. ആ സഹായ പ്രഖ്യാപനം വന്നതിന് പിറകെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം ആയതുകൊണ്ടാണ് നൌഷാദിന് സഹായം നൽകുന്നത് എന്നാണ്. അന്ന് ആ പ്രസ്താവനയ്ക്കെതിരെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ ധീരമായി തന്നെ നിലപാടെടുത്തു. അങ്ങനെ നിലപാടെടുത്തവരുടെ കൂട്ടത്തിൽ അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. വെള്ളാപ്പള്ളി മുമ്പും വർഗീയത പറയാറുണ്ടായിരുന്നു, പക്ഷെ തുടരെ പറയാറുണ്ടായിരുന്നില്ല. ഇപ്പോഴത് തുടരെ പറയുന്നു. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ വർഗീയത തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ. വെള്ളാപ്പള്ളിക്കറിയാം തന്റെ രോമത്തിൽ ഒരാളും തൊടില്ല എന്ന്. താൻ എത്രയേറെ മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടിരുന്നാലും എത്രയേറെ വർഗീയ പ്രചാരണങ്ങൾ നടത്തിയാലും തന്നെ തള്ളി പറയാൻ ആരുമുണ്ടാകില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയല്ല എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരെ കേരളത്തിലുള്ളൂ. അത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആത്യന്തികമായ ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരെ ഭക്തന്മാരെന്നോ ആരാധകരെന്നോ ഒന്നും ഞാൻ വിളിക്കുന്നില്ല. അവരെ അടിമകളെന്നും വിശേഷിപ്പിക്കുന്നില്ല. പക്ഷെ അതിനപ്പുറത്ത് മുഖ്യമന്ത്രി ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നതിനെ മറ്റെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്ന് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ, വിലയിരുത്തട്ടെ. ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം അതല്ല. വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിലുണ്ടായിരുന്നു. ഓണവിരുന്നിലെ അനേകം അതിഥികളിൽ ഒരാളായി വെള്ളാപ്പള്ളിയെയും ക്ഷണിച്ചു എന്നാണ് വിശദീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി ഒരു സമുദായത്തിന്റെ നേതാവല്ലേ, എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാതിരിക്കുക എന്നും പിണറായി വിജയന്റെ ചുറ്റും നിൽക്കുന്ന, പിണറായി വിജയനാണ് ശരിയെന്ന് കരുതുന്ന, സാമൂഹിക മാധ്യമങ്ങളിൽ പിണറായിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, വെള്ളാപ്പള്ളി സമുദായ നേതാവാണ് എന്നതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയത വിശുദ്ധ വർഗീയതയാകില്ല, അത് മതനിരപേക്ഷതയുമാകില്ല, അത് ജനാധിപത്യവുമാകില്ല. വെള്ളാപ്പള്ളി സമുദായത്തിന്റെ ഏത് തലപ്പത്തിരുന്നാലും ശരി, വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറഞ്ഞാൽ അത് തനി വർഗീയത തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ തലപ്പത്തിരിക്കുന്ന സംഘടനയുടെ പേര് SNDP യോഗം എന്നാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയാണ്. കുമാരനാശാനെ പോലുള്ള പ്രഗത്ഭമതികൾ ഇരുന്നിട്ടുള്ള കസേരയാണ്.
വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ ആൾ എന്ന് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശന് സർട്ടിഫിക്കറ്റ് നൽകുന്ന സമയത്ത് ഏത് തരത്തിലാണ് വെള്ളാപ്പള്ളി ഗുരുവിനെ പകർത്തിയത് എന്ന് കൂടി വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയാം. ശ്രീനാരായണ ഗുരു മദ്യം വിൽക്കുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ എതിരായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ മദ്യം വിൽക്കുന്നുണ്ടോ എന്നറിയാത്ത ആളല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. മതദ്വേഷം പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു. വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ശ്രീനാരായണ ഗുരു ഏതെങ്കിലും കാലത്ത് മുസ്ലിം വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയത് പിണറായി വിജയന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നില്ല. പിന്നെ എങ്ങനെയാണ് വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിന്റെ പിന്തുടർച്ചക്കാരനും ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ ആളുമായി തീരുന്നത്? വെള്ളാപ്പള്ളി നടേശനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല. വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചു പോകാമെന്നല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും അർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ നടപ്പാക്കിയ ആളുമല്ല. സാമുദായികമായ വിഭജനത്തിനോ വർഗീയമായ പിളർപ്പിനോ വേണ്ടിയിട്ട് ഒരു ഘട്ടത്തിൽ പോലും സംസാരിച്ചിട്ടുള്ള ആളല്ല ശ്രീനാരായണ ഗുരു എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പോലും നട്ടാൽ മുളയ്ക്കാത്ത നുണ എഴുന്നള്ളിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത്. വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞത് മലബാറിൽ 1921 ഉണ്ടായ ലഹളയോടുള്ള പ്രതികരണമായാണ്. അവിടെ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യുന്നതിൽ മനം മടുത്താണ്, അത് കണ്ട് മടുത്താണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് എന്നാണ്. എത്ര ചരിത്ര വിരുദ്ധമായ പ്രസ്താവനയാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ഇത് സംഘപരിവാറിന്റെ ഭാഷ്യമല്ലേ? ഒന്നാമത്തേത്, ശ്രീനാരായണ ഗുരു ഒരു ഹിന്ദു ദർശനം സ്വീകരിച്ച സ്വാമിയായിരുന്നു, സന്യാസിയായിരുന്നു എന്നത് ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് സംഘപരിവാറാണ്. ശ്രീനാരായണ ഗുരുവിനെ സംഘപരിവാർ ഹിന്ദു സന്യാസിയായി അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. തനിക്ക് മതമില്ല എന്ന് മാത്രമല്ല, ജാതി മേധാവിത്വത്തിനെതിരെയാണ് തന്റെ നിലപാടുകളെന്ന് പല തവണ പറയുകയും പല രീതികളിൽ അത് തെളിയിക്കുകയും ചെയ്ത ആളാണ് ശ്രീനാരായണ ഗുരു. ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചത് നമ്മുടെയൊക്കെ ചരിത്രപരമായ ഓർമ്മകളിലുണ്ട്. അങ്ങനെ ഹിന്ദുത്വ താല്പര്യങ്ങളെ, ജാതി മേധാവിത്വത്തെ ചോദ്യം ചെയ്ത ശ്രീനാരായണ ഗുരു, അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയായിരുന്നു. ഹിന്ദുവായ ശ്രീനാരായണ ഗുരുവിന് മലബാറിൽ നടക്കുന്ന സംഭവങ്ങളിൽ വല്ലാത്ത മനോവേദന ഉണ്ടാവുകയും അതുകൊണ്ട് അദ്ദേഹം സർവമത സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് സംഘപരിവാറിന്റെ നാവായി പ്രവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഇനി മലബാറിൽ 1921 മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടോ? ആരാണത് പറഞ്ഞിട്ടുള്ളത്? അത് പറയുന്നതും സംഘപരിവാരമാണ്. അല്ലാതെ നിഷ്പക്ഷരായ ഒരു ചരിത്രകാരനും മലബാറിൽ 1921 നടന്നത് ഹിന്ദു മുസ്ലിം സംഘർഷമാണ് എന്നോ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ കൊല ചെയ്തു എന്നോ ആരും പറയില്ല. അത് ഉജ്ജ്വലമായ ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു. രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളോട് ചേർത്ത് വെക്കേണ്ടുന്ന അതിമഹത്തായ സമരമായിരുന്നു എന്നാണ് നിഷ്പക്ഷരായ എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ മറിച്ച് പറഞ്ഞത് ആരാണ്? ആ പറഞ്ഞതെല്ലാം സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളാണ് എന്നതിൽ ഒരു സംശയവുമില്ല. 1921 മലബാറിൽ നടന്നത് ഹിന്ദു മുസ്ലിം സംഘർഷമായിരുന്നു. മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു എന്ന സംഘപരിവാറിന്റെ അതേ ഭാഷ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പുറത്തെടുത്തിട്ടുള്ളത്. ഏത് വേദിയിലാണ്? മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വേദിയിൽ. മുഖ്യമന്ത്രി ആ വേദിയിൽ വെച്ചാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഗുരുവിനെ പകർത്തിയാൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്, യുവതയ്ക്ക് മാതൃകയാൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിണറായി വിജയൻ വേദി വിട്ട ശേഷമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നതെങ്കിൽ പോലും വെള്ളാപ്പള്ളി ഇത് ആദ്യമായി പറയുന്നതല്ല, അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള വർഗീയത ആദ്യമായി പുറത്തെടുക്കുന്നതുമല്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങൾ നിരന്തരം പ്രസരിപ്പിക്കുക എന്നതാണ്, അപരമതദ്വേഷം ഉണ്ടാക്കുക എന്നതാണ്. അതിനുവേണ്ടി ചരിത്രവിരുദ്ധമായ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുസ്ലിങ്ങൾ അധികാരം നേടിയെടുത്തു എന്ന് പറയുകയാണ്. മുസ്ലിങ്ങൾ എവിടെയാണ് സർ അധികാരം നേടിയെടുത്തിട്ടുള്ളത്? മുസ്ലിം ലീഗിന്റെ അധികാര പങ്കാളിത്തത്തെ കുറിച്ചാണോ പറയുന്നത്? അവർ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് പുറത്താണ് നിൽക്കുന്നത്.
മുസ്ലിങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സമുദായം എന്ന നിലയ്ക്ക്, ഒരു വിശ്വാസ സമൂഹം എന്ന നിലയ്ക്ക് ഏതെങ്കിലും സർക്കാരിൽ അധികാര പങ്കാളിത്തം ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പുലഭ്യം പറയുകയും നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന മുസ്ലിം സമുദായത്തെക്കുറിച്ചാണ് വീണ്ടും വീണ്ടും മുസ്ലിങ്ങൾ അനർഹമായി നേടി എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്നതാണോ വെള്ളാപ്പള്ളി നടേശന്റെ ധൈര്യം എന്നറിയില്ല. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരും തന്നെ ചോദ്യം ചെയ്യില്ല എന്ന ധൈര്യമാണോ എന്നും അറിയില്ല. ഞാൻ വിചാരിക്കുന്നത് സർക്കാർ കൂടെയുണ്ട് എന്ന ധൈര്യമാണ് നിരന്തരമായി വർഗീയത പറയാൻ വെള്ളാപ്പള്ളിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? വെള്ളാപ്പള്ളിയുടെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എന്നിട്ടും വെള്ളാപ്പള്ളി നടേശനെ ഓണവിരുന്നിലേക്ക് ക്ഷണിക്കാനും അയാളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി സന്നദ്ധമാകുന്നുണ്ട് എങ്കിൽ അവർക്കിടയിൽ ആത്മബന്ധം എത്രയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആർക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് എന്നും തിരിച്ചറിയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. വെള്ളാപ്പള്ളി നട്ടു നനച്ച് വളർത്താൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദുത്വ വർഗീയതയാണ്. അത് വോട്ടായി മാറുന്നത് BJPക്ക് വേണ്ടിയായിരിക്കും. വെള്ളാപ്പള്ളി നടേശന്റെ ഒരു മകനുണ്ട്, തുഷാർ വെള്ളാപ്പള്ളി എന്നാണ് അയാളുടെ പേര്. തുഷാർ വെള്ളാപ്പള്ളി BDJS എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. BDJS എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ NDA മുന്നണിയുടെ കേരളത്തിലെ ഘടകകക്ഷിയാണ്. ആരാണ് BDJS രൂപീകരിച്ചത്? അത് വെള്ളാപ്പള്ളി നടേശനാണ്. ആരാണ് അതിന്റെ പ്രഖ്യാപനം നടത്തിയത്? അത് വെള്ളാപ്പള്ളി നടേശനാണ്. ആരാണ് തന്റെ മകനിലേക്ക് ആ പതാക കൈമാറിയത്? അത് വെള്ളാപ്പള്ളി നടേശനാണ്. മകന് പതാക കൈമാറി പ്രഖ്യാപിച്ച് രൂപപ്പെടുത്തിയെടുത്ത BDJSന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അച്ഛനാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കിടെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു, LDF സർക്കാരിനെ പുകഴ്ത്തുന്നു. എന്നിട്ട് താൻ ഇടതുപക്ഷമാണ് എന്ന് നാട്യത്തോടുകൂടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വെള്ളാപ്പള്ളി നടേശന് ചില ലക്ഷ്യങ്ങളുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. പലതരത്തിലുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പുൾപ്പെടെ സഖാവ് VS അച്യുതാനന്ദൻ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ ഉൾപ്പെടെ പലതരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേന്ദ്രത്തിൽ നിന്നും സുരക്ഷിതനാകണം, കേരളത്തിൽ നിന്നും സുരക്ഷിതനാകണം. അവിടെയുള്ള ഭരണകൂടവും അലോസരപ്പെടുത്തരുത്, ഇവിടെയുള്ള ഭരണകൂടവും അലോസരപ്പെടുത്തരുത്. ആ മിനിമം അജണ്ടയിലാണ് വെള്ളാപ്പള്ളി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി നിരന്തരമായി വർഗീയത പറയുകയാണ്. നിരന്തരമായി വർഗീയത പറഞ്ഞിട്ട് അയാൾ അകറ്റി നിർത്തേണ്ട ആളാണ് എന്ന് പിണറായി വിജയനോ MB ഗോവിന്ദൻ മാഷിനോ സഖാക്കൾക്കോ തോന്നുന്നില്ല എങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യപരിപാടിയിൽ കാര്യമായി തന്നെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഊഹിക്കേണ്ടി വരും. നോക്കൂ, പിണറായി വിജയനെ നമ്മൾ ഓർക്കുന്നുണ്ട്. RSSന്റെ നാവ് കടമെടുത്ത് സംസാരിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഒരിക്കൽ വിമർശനം ഉന്നയിച്ച ആളാണ് പിണറായി വിജയൻ. എന്ന് മാത്രമല്ല, തിരുവമ്പാടിയിൽ ഒരു വേദിയിൽ മത്തായി ചാക്കോയുടെ അനുസ്മരണ വേദിയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്, താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. എന്തിനാണ് ആ വിളിച്ചത്? ഉത്കൃഷ്ടമായ കാര്യങ്ങൾ പറയാത്ത ആളുകൾ നികൃഷ്ടൻ തന്നെയല്ലേ എന്ന് പിന്നീട് പിണറായി വിജയൻ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നികൃഷ്ടമായ കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? ഇനി മുഖ്യമന്ത്രി മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുകയാണോ? ആ നികൃഷ്ടമായ വാക്കുകൾ പറയുന്ന ആളെ കടുത്ത ഭാഷയിലൊന്ന് ശകാരിക്കാനോ കടുത്ത ഭാഷയിലൊന്ന് വിമർശിക്കാനോ കഴിയാത്ത വിധം നിസ്സഹായനായി പിണറായി വിജയൻ മാറിയത് എങ്ങനെയാണ്? ഇന്ത്യയിൽ എന്നല്ല, ലോകത്തെവിടെയുമുള്ള വിഷയങ്ങൾ കൃത്യമായ അഭിപ്രായം പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾക്ക് വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇങ്ങനെ സ്വീകരിക്കപ്പെടുകയും ആനയിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ആളാണ് എന്ന് എപ്പോൾ മുതലാണ് തോന്നിത്തുടങ്ങിയിട്ടുള്ളത്? വെള്ളാപ്പള്ളിയുടെ ഏത് സ്വഭാവ വിശേഷമാണ് ഇടതുപക്ഷത്തിന് CPIMന് സ്വീകാര്യമാകുന്നത്? വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിൽ വർഗീയത ഇല്ല എന്ന് CPIMന് അഭിപ്രായമുണ്ടോ? വെള്ളാപ്പള്ളിയെ ഇങ്ങനെ താലോലിക്കുകയും കൂടെ കൊണ്ട് നടക്കുകയും വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷം മഹാപരാജയമാണ് എന്ന് പറയാതെ വയ്യ. പിണറായി വിജയൻ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നില്ല. പിണറായി വിജയനോ MB ഗോവിന്ദനോ സംഘപരിവാറിന്റെ നാവായി മാറുന്നു എന്നും പറയാനില്ല. പക്ഷേ ഈ പറയുന്നതിന്റെ എല്ലാം, വെള്ളാപ്പള്ളിയെ സ്വീകരിക്കുന്നതിന്റെ എല്ലാം ഗുണഭോക്താക്കളായി തീരാനുള്ളത് സംഘപരിവാറാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സംഘപരിവാറിനാണ് വോട്ടായി മാറാനുള്ളത്.
CPM-ന്റെ പെട്ടിയിലേക്കല്ല ആ വോട്ടുകൾ വന്നു വീഴാനുള്ളത്. സാമാന്യമായ ആ തിരിച്ചറിവെങ്കിലും CPM-ന്റെ നേതൃത്വത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ എത്രയേറെ മുസ്ലിം വിരുദ്ധത പറഞ്ഞാലും ഞങ്ങൾ കൈയൊഴിയില്ല എന്നല്ലേ ഇന്നലെ ഓണവിരുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന, വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ചിത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്ന ഈ വർഗീയത മുഴുവൻ വീണ്ടും വീണ്ടും സ്വീകരിക്കാൻ, അത് നനയ്ക്കാതെ, തൊണ്ടയറിയാതെ വിഴുങ്ങാൻ എങ്ങനെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നത്? എങ്ങനെയാണ് CPM-ന്റെ ഉന്നത ബോഡിയായ പൊളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന ഒരു നേതാവിന് സാധിക്കുന്നത്? എന്തുതരം സാമുദായിക വർഗീകരണമാണ് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ പ്രതീഷ് വിശ്വനാഥനെയോ KR ഇന്ദിരയെയോ ഒക്കെ ക്ഷണിച്ചുകൂടായികയും അവർക്ക് വേണ്ടി വിരുന്നൊരുക്കിക്കൂടായികയും ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ കുറ്റം പറയാൻ കഴിയുമോ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമുദായികമായ വർഗീയമായ വിഭജനം തന്നെയല്ലേ മറ്റൊരു തലത്തിൽ വെള്ളാപ്പള്ളി നടേശനും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവിടുത്തെ സംഘപരിവാറിന്റെ നേതാക്കളെ കേരളത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വീകാര്യമാണ് എങ്കിൽ മാത്രമേ വെള്ളാപ്പള്ളി നടേശനും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വീകാര്യനാകാൻ പാടുള്ളൂ. പക്ഷേ ഈ ഇടതുപക്ഷം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തുള്ള ഫാഷിസത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ഇപ്പുറത്ത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം വിരുദ്ധത നിരന്തരമായി സംസാരിക്കുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും അവരോട് സൗഹൃദവും പുലർത്തുകയും ചെയ്യുന്നു എന്നതാണ്. എന്തൊരു കഷ്ടമാണ്! ഇടതുപക്ഷം ഇങ്ങനെ ആയാൽ മതിയോ എന്ന ആലോചന പോലും ആ പാർട്ടിക്കകത്തുനിന്ന് ഉണ്ടാകുന്നില്ലല്ലോ. ഒരു വ്യക്തിയിലേക്ക് ഒരു പാർട്ടി കേന്ദ്രീകരിക്കപ്പെടുന്നു. ആ വ്യക്തി ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് പാടി പറയുന്ന കുറെ ആളുകളായി ചുറ്റിലും നിൽക്കുന്ന ആളുകൾ മാറുന്നു. ഒരു പാർട്ടി സംവിധാനം ഒന്നടങ്കം ആ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളുടെ പാർട്ടി എന്ന് കേരളത്തിന്റെ സെക്രട്ടറി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പാണ് തിരുവനന്തപുരത്ത് ഓണച്ചടങ്ങിൽ, ഓണവിരുന്നിലേക്ക് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കൈകൂപ്പി സ്വീകരിക്കുന്നത്. വിശ്വാസികൾക്കൊപ്പമാണ് എങ്കിൽ അതിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടുമെങ്കിൽ ആ വിശ്വാസി സമൂഹത്തിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരമായി വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒരകലത്തേക്ക് മാറ്റി നിർത്താൻ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും കഴിയേണ്ടതായിരുന്നു. മറിച്ച് വെള്ളാപ്പള്ളിക്ക് വീണ്ടും വീണ്ടും വർഗീയത പറയാനുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്ന നടപടികളാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എല്ലാം ശരിയാകും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ വർഗീയതയൊക്കെ ഒന്ന് തുടച്ചു നീക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ശരിയാകുന്നത് ഹിന്ദുത്വ വർഗീയത മാത്രമാണ് എന്ന്, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർക്ക് മാത്രമാണ് എല്ലാം ശരിയാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പലതരത്തിലുള്ള സംഭവങ്ങളെ, ഇത് ഞാൻ കേവലം ഈ വിഷയത്തെ മാത്രം മുൻനിർത്തി സംസാരിക്കുന്നതല്ല. ഹാദിയ കാലം മുതൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായി പോലീസ് സേന സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ നടപടികളെ മുന്നിൽ വെച്ചുകൂടിയാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. പിണറായി വിജയനെ പറയുമ്പോഴേക്ക് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ തെറ്റുകളെ കുറിച്ച്, ഇടതുപക്ഷ വിരുദ്ധതയെക്കുറിച്ച്, ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് പറയുമ്പോഴേക്ക് പലർക്കും ഹാലിളകുകയാണ്. അപ്പോഴേക്ക് പലതരം ചാപ്പകൾ അടിക്കുകയാണ്. ഈ ഹാലിളകുന്ന ആളുകൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കേരളത്തിലെ സംഘപരിവാറിന് പണി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പണിയെടുക്കാതെ തന്നെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ഈ പറയുന്ന BJPക്ക് കഴിഞ്ഞത് എങ്ങനെയെന്ന് ഈ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ആലോചിക്കുന്നുണ്ടോ? ഇത് അപകടകരമായ നീക്കമാണ്. വെള്ളാപ്പള്ളിയെ സ്വീകരിക്കുന്നു എന്നല്ല, വെള്ളാപ്പള്ളി എന്ന വർഗീയത നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതൊരാളെ സ്വീകരിക്കുന്നതും അയാൾ ഏത് സംഘടനയുടെ തലപ്പത്താണ്, ഏത് സമുദായത്തിന്റെ തലപ്പത്താണ് എന്നതല്ല പ്രശ്നം. ഇങ്ങനെ നിരന്തരമായി അപരദ്വേഷം ജനിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന, പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ചരിത്രവിരുദ്ധമായ, വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ താലപ്പൊലി നൽകി സ്വീകരിക്കുന്നത് ഇടതുപക്ഷം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് കേരളത്തിന് നഷ്ടമാകും എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? BJPയുടെ വളർച്ച കുത്തനെ ഉയരും എന്നതുകൊണ്ട് കൂടിയാണ്. BJP വളരുന്നുണ്ട്. BJPയുടെ വോട്ട് ശതമാനം പരിശോധിച്ചാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ വോട്ട് ശതമാനം പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇടതുപക്ഷത്തെ ഇതേക്കുറിച്ച് ആലോചിക്കാനും നിലപാടുകൾ എടുക്കാനും വിവേകമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാകേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കേണ്ടതിന്റെ തന്നെ ആവശ്യകതയ്ക്ക് അനിവാര്യമായൊരു കാര്യമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.